കേരളത്തിൽ ഇല്ലാത്ത കഥ, കേരളത്തിൽ നടക്കാത്ത കഥ, കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കഥ വെച്ചുകൊണ്ട് കേരളത്തിന്റെ പേര് വെച്ച് ഇതേപോലെ ഒരു പടം വന്നു കഴിയുമ്പോൾ, ഫസ്റ്റ് പടം വന്നപ്പോൾ തന്നെ നമുക്ക് കുറേ ചീത്തപ്പേര് നമ്മളെല്ലാ മലയാളികൾക്കും ഉണ്ടായിട്ടുണ്ട്, ലോകമില്ലാത്തുള്ള. രണ്ടാമത്തെ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അതെല്ലാം ബാധിക്കുന്നത് നമ്മളെപ്പോലെയുള്ള കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളെ തന്നെയാണ്. അല്ല, കറക്റ്റായിട്ട് പോളറൈസേഷൻ നടക്കാത്ത കൊണ്ടാണ് നമ്മൾ ജയിക്കാത്തത് എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു BJPക്ക്. സുരേന്ദ്രനാണ് ആയിരിക്കുമല്ലോ, ഞാൻ അങ്ങനെ കണ്ടിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പോളറൈസേഷന് വേണ്ടി ഇതേപോലത്തെ കഥകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഈ നിർബന്ധിച്ച് കഴിക്കുക, പ്രത്യേകിച്ച് ബീഫ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അറിയുമായിരുന്നെങ്കിൽ വേണമെന്ന് നമ്മൾ പോയി നോക്കുമായിരുന്നു. നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾവിയില്ലാത്ത സാധനങ്ങളാണ്. കേരള സ്റ്റോറി 2വിന്റെ പ്രദർശനം കേരള ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. നിയമപോരാട്ടം തുടരുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അതുതന്നെ നൽകുന്ന സന്ദേശമുണ്ട്. ഹൈക്കോടതി തന്നെ കേരളത്തിന്റെ മതേതര മനസ്സിന് അത് ഏൽപ്പിക്കുന്ന പരിക്കിനെ കുറിച്ചുള്ള നിരീക്ഷണമടക്കം ഉൾപ്പെടുത്തിയാണ് ഈ തീരുമാനമെടുത്തത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇതിൽ ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാരിൽ ഒരാളായ ഫ്രെഡി ഫ്രാൻസിസ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു പ്രധാനമായും ആവശ്യപ്പെട്ടത്? കേരള സ്റ്റോറി 1ന്റെ കാര്യം നമുക്കറിയാം, അതിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളുടെ കാര്യവും അറിയാം. കേരള സ്റ്റോറി 2 അതിന്റെ ടീസറും ട്രെയിലറും ഒക്കെ പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്തായാലും അങ്ങനെ ഒരു പ്രകോപനം എന്തായിരുന്നു ഇതിന്റെ ഹർജിയിലെ ആവശ്യങ്ങൾ പ്രധാനം? കേരളത്തിൽ ഇല്ലാത്ത കഥ, കേരളത്തിൽ നടക്കാത്ത കഥ, കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കഥ വെച്ചുകൊണ്ട് കേരളത്തിന്റെ പേര് വെച്ച് ഇതേപോലെ ഒരു പടം വന്നു കഴിയുമ്പോൾ, ഫസ്റ്റ് പടം വന്നപ്പോൾ തന്നെ നമുക്ക് കുറേ ചീത്തപ്പേര് നമ്മളെല്ലാ മലയാളികൾക്കും ഉണ്ടായിട്ടുണ്ട്, ലോകമില്ലാത്തുള്ള. രണ്ടാമത്തെ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അതെല്ലാം ബാധിക്കുന്നത് നമ്മളെപ്പോലെയുള്ള കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളെ തന്നെയാണ്. അപ്പോൾ അതിനെതിരെയായിരുന്നു എൻ്റെ ആ ഒരു പെറ്റീഷൻ. നമുക്കിപ്പോൾ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. 15 ദിവസത്തേക്കാണ് സ്റ്റേ. നമ്മുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ബാക്കി തീരുമാനങ്ങൾ കൊടുക്കൂ. ശരിക്കും ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് പോകണം എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ, അല്ലെങ്കിൽ അതിന് പ്രേരക ശക്തിയായി തീർന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു കേരള സ്റ്റോറി എന്ന പേര്, പക്ഷെ കേരളത്തെ ഏതെങ്കിലും നിലയ്ക്ക് കേരളത്തെ യഥാവിധം അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പോകാൻ തീരുമാനിച്ചതാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പോരാട്ടം ആലോചിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. അതെ, അല്ല, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളങ്ങനെ റിയാക്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തു. പ്രൊപ്പഗാൻഡ സിനിമ എന്ന നിലയ്ക്കാണല്ലോ പൊതുവെ വ്യാഖ്യാനിക്കുന്നത്. അതായത് കേരളത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ്, അത് കേരളത്തെക്കുറിച്ച് അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യവും സ്വാഭാവികമായി അതിനെക്കുറിച്ചൊക്കെ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രൊപ്പഗാൻഡ സിനിമ എന്ന് തന്നെയാണോ കരുതുന്നത്? പ്രൊപ്പഗാൻഡ സിനിമ ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ കോടതിയും നടപടി എടുത്തത്. പിന്നെ കേരള പൊതുസമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകളുടെ പ്രൊപ്പഗാൻഡ ഓടിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഈ ഇലക്ഷൻ സമയത്ത് ഇതുപോലത്തെ സിനിമകൾ വന്ന് കറക്റ്റ് പോളറൈസേഷൻ എന്ന് പറയുന്ന സാധനം, അങ്ങനെ BJPയുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ട നേതാവില്ലേ, പേര് ഞാൻ മറന്നുപോയി, നിങ്ങൾക്കറിയോ? അല്ല, കറക്റ്റായിട്ട് പോളറൈസേഷൻ നടക്കാത്ത കൊണ്ടാണ് നമ്മൾ ജയിക്കാത്തത് എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു BJPക്ക്. സുരേന്ദ്രനാണ്. ആയിരിക്കുമല്ലോ, ഞാൻ അങ്ങനെ കണ്ടിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പോളറൈസേഷന് വേണ്ടി ഇതേപോലത്തെ കഥകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് ചെയ്യുന്ന ഏറ്റവും നല്ലത്. നമ്മൾ റിയാക്ട് ചെയ്തു. ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധ്യങ്ങളുടെ ഭാഗമായിട്ടാണോ താങ്കളുടെ ധാരാളം വീഡിയോസൊക്കെ പങ്കുവയ്ക്കുന്ന അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിൻ്റെയും ബോധ്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ നിർബന്ധിച്ച്, ഞാനതിൻ്റെ ടീസറിലോ മറ്റോ ആണ് കണ്ടത്, നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു. മലയാളികളായ ആളുകൾ, എനിക്ക് തോന്നുന്നു സംഘപരിവാർ പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്നവർക്കും അങ്ങനെ ഒരു സംഗതി കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നോർത്തിനെ ലക്ഷ്യമിട്ട് ആയിരിക്കാം എന്ന് തന്നെ ഊഹിക്കാം, അല്ലേ? അങ്ങനെ, അതായത് ഈ നിർബന്ധിച്ച് കഴിക്കുക, പ്രത്യേകിച്ച് ബീഫ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അറിയുമായിരുന്നെങ്കിൽ വേണമെന്ന് നമ്മൾ പോയി നോക്കുമായിരുന്നു. നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾവിയില്ലാത്ത സാധനങ്ങളാണ്. ഇപ്പോൾ സാധനം അതുകൊണ്ട് തന്നെ അതിങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ചെയ്യാനുള്ള കിട്ടിയേക്കുന്നത് എവിടം വരെ പോകും നോക്കാം. ഇതിൻ്റെ ഹർജി പരിഗണിക്കുന്ന സമയത്തെ ഹർജിക്കാരെ കുറിച്ചാണ്, വേറെയും ഹർജികൾ വന്ന സമയത്ത് അവർ പറഞ്ഞു വേറെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഹർജിക്കാർക്കുണ്ട് എന്നായിരുന്നു. അങ്ങനെ ഉണ്ടോ? വേറെ ലക്ഷ്യവും താല്പര്യവും? ഈ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കറക്റ്റ് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ താഴെയൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആരുടെയാണ് പൊളിറ്റിക്സ്, ഏത് ടൈപ്പ് പൊളിറ്റിക്സ് ആണ്, ഏത് ടൈപ്പിലുള്ള പൊളിറ്റിക്സിലെ ആൾക്കാരാണ് ഇതിനെ പിന്താങ്ങുന്നതെന്ന് കണ്ട് നമുക്കറിയാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയല്ലേ? അല്ല, അങ്ങനെയല്ലേ? അല്ലേ? വർത്തമാനകാല ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലാണെങ്കിലും നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ അപകടപ്പെടുത്തുന്ന പലവിധ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു ഞാൻ പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയോ എന്നതിനേക്ക് അപ്പുറത്തേക്ക് അതൊരു
മനോനിലയോ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യവഹാരമൊക്കെ ആയിത്തീരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇതിനൊക്കെ ചാടി പുറപ്പെടാൻ കുറച്ച് ധൈര്യവും അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മുൻപോട്ടും പിൻപോട്ടും നോക്കി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് ഒറ്റയ്ക്കല്ല എന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ഇതേപോലത്തെ ഒരു ഇഷ്യൂ, ഇത്രയും വലിയ ഇഷ്യൂ, അത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുറേ ആളുകൾ നമ്മൾക്ക് രഹസ്യമായിട്ട് പിന്തുണയും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് എൻഡ് റിസൾട്ട് എന്ത് തന്നെയും ആകട്ടെ, പക്ഷെ അത് ഇപ്പോഴത്തെ ഉത്തരവ് തന്നെ കൊടുക്കുന്ന ഒരു സന്ദേശം ഉറപ്പായി ഉണ്ട്. അതാണോ ആത്യന്തികമായി കരുതുന്നത്? നമ്മൾ ഈ വിസിസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്, മനസ്സിലായോ? അപ്പോൾ യൂണിയൻ ഓഫ് ഇന്ത്യ എതിരെ നിൽക്കുമ്പോൾ നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് കാണാം, നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. പോരാട്ടം തുടരണ്ടേ? പോരാട്ടം ആശയ പോരാട്ടം രണ്ടും. അതാണ് ഫ്രെഡിയും അടക്കമുള്ള ആളുകളാണ് കേരള സ്റ്റോറി 2-വിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഇടക്കാല ഉത്തരവാണ്, അതായത് ഇടക്കാല സ്റ്റേ ആണ് വന്നിരിക്കുന്നത്. ആ നിയമ പോരാട്ടം ഉറപ്പായും തുടരും. കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കേരളത്തിന്റെ പേരിട്ട് അങ്ങനെ ഒരു ചിത്രം തെറ്റായ അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ സിനിമ എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. അത് തുടരും എന്നാണ് ഫ്രെഡി വിശദീകരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് CP-ക്കൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.